പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പ്രത്യേകതരം വാക്കാണ് വികസനം. വികസന നായകൻ, വികസന വിരോധി എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ സുപരിചിതമായിട്ട് കേൾക്കാറുണ്ട്. എന്താണ് ഈ വികസനം എന്നറിയണ്ടേ? ജീവിത നിലവാരം, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ പുരോഗതിയാണ് ഈ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള വികസനം, വിദ്യാഭ്യാസപരമായിട്ടുള്ള വികസനം, ആരോഗ്യപരമായിട്ടുള്ള വികസനം, ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുന്നു. ഇതിനെയാണ് വികസനം എന്ന് പറയുന്നത്. ഇത് 3 തട്ടുകളിലായിട്ട് പ്രവർത്തനം നടപ്പിലാക്കാവുന്നതാണ്. ത്രിതല പഞ്ചായത്തുകൾ മുഖേന, അല്ലെങ്കിൽ അസംബ്ലി മുഖേന, അല്ലെങ്കിൽ പാർലമെൻറ്റ് മുഖേന, ഇങ്ങനെ ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള, അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരു ഗ്രാമം വികസിക്കുന്നതോടൊപ്പം തന്നെ ഒരു ജില്ല വികസിക്കുന്നു, ഒരു സംസ്ഥാനം വികസിക്കുന്നു, ഒരു രാജ്യം വികസിക്കുന്നു. അതുകൊണ്ട് വികസനം എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വികസനം എന്ന് ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ ലക്ഷ്യം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.